ഉം ഇനിയിപ്പൊ ആരാ വരാനുള്ളേ? സദ്യക്ക് സമയമാവുമ്പോ ഓരോ പെണ്ണുങ്ങൾ ഓരോന്ന് ഇങ്ങോട്ട് വരും. ആരാ ഇപ്പൊ നമ്മളെ വരാനുള്ളേ? പഞ്ചാബിലില്ലേ നമ്മുടെ ആ ശ്രീധരമ്മയുടെ മോള് ശ്രീകല വരുന്നുണ്ട്. പഞ്ചാബിൽ പോയ ശ്രീകലയോ? ആ വരുന്നുണ്ടോ? വരുമ്പോ പറഞ്ഞോള്. വരുന്നുണ്ടമ്മേ. ഇത് ശ്രീകലയൊന്നും അല്ല കുട്ടി, ഇത് വേറെ ആരോ ആണ്. ഏതോ അപ്പുറത്തുള്ള ഏതോ കുട്ടിയാണെന്ന് തോന്നുന്നു. അല്ലല്ലോ, ശബ്ദം കിട്ടൂലോ. അയ്യോ ശ്രീകല, നിന്നെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. പഞ്ചാബിൽ പോയി പഞ്ചാബിക്കാരി ആയല്ലോ ശരിക്കും. എന്നെ കാണുന്നുണ്ടോ വല്യമ്മ ശരിക്കും? കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ. ഇവിടുന്ന് പോയപ്പോ ഇങ്ങനെ ഇരുന്ന കൊച്ചാ, പഞ്ചാബിൽ ചെന്ന് സുന്ദരിയായി പോയി. ഞാൻ പഞ്ചാബി ആയോ വല്യമ്മ ശരിക്കും? ആ പഞ്ചാബി ആയി. ഇവിടത്തെ വിഷു ആഘോഷിക്കാൻ വന്നു അല്ലേ? അവിടെ പഞ്ചാബിൽ എങ്ങനെയാ വിഷു ഒക്കെ ആഘോഷിക്കണേ നീയ്? വല്യമ്മ അവിടെ ശ്രീകുട്ടി ഉണ്ടല്ലേ അടുത്ത്? ശ്രീകുട്ടീനെ ഞാൻ കണ്ടു. ശ്രീകുട്ടി ഒന്നും മിണ്ടുന്നില്ല. സുന്ദരിയായിട്ടുണ്ട്. ഞാൻ നിന്റെ ഡ്രസ്സ് കണ്ട് മയങ്ങിയിരിക്കുക. ആണോ? ഇച്ചിരിയും കൂടെ ഞങ്ങളെ ഉറക്കം പറയൂ കുട്ടി, വല്യമ്മയ്ക്ക് കേക്കണില്ല. ഞങ്ങളെ പഞ്ചാബിൽ എങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നത് അറിയോ? അവിടെ ബൈസാഖി അല്ലെങ്കിൽ ബൈസാഖി എന്നാണ് അവിടുത്തെ വിഷു അറിയപ്പെടുന്നത്. ആ പിന്നെ അവിടെ നമ്മളെ പോലെ ഹിന്ദുസ് മാത്രമല്ല വല്യമ്മ വിഷു ആഘോഷിക്കുന്നത്. സിഖുകാരും എല്ലാവരും ചേർന്ന് ഡാൻസും പാട്ടും ജഗ പുകയാണ് അവിടെ. എല്ലാരും അടിച്ചു പൊളിക്കുകയാണ്. നമ്മളെവിടുത്തെ പോലെയുള്ള വെറും പടക്കം പൊട്ടിക്കലും ഇത് മാത്രമൊന്നുമല്ല. അവിടെ ഡാൻസും പാട്ടും പലവിധ കളേഴ്സ് കൊണ്ടുള്ള കളികളാണ്. ഡ്രസ്സും, എന്റെ വളയും ഡ്രസ്സും ഒക്കെ കണ്ടില്ലേ വല്യമ്മ? അടിച്ചു പൊളിക്കുകയാണ് എല്ലാരും അവിടെ. പിന്നെ എന്താണ് അവിടെ അവിടുത്തെ ഡാൻസ് ഫോം ഉണ്ട്. നമ്മളുടെ ഡാൻസ് ക്വാളിറ്റി അല്ല. ബാഗ്ര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബാഗ്ര ഡാൻസ് ആണ് അവിടെ. പരമ്പരാഗതമായ ഒരു ഡാൻസ് ഫോം ഉണ്ട് അവിടുത്തെ. ആ ഡാൻസ് ആണ് അവർ കളിക്കുന്നത്. പിന്നെ അവര് ഭക്ഷണം, നമ്മൾ പായസല്ലേ ശ്രീകുട്ടി, നമ്മള് പായസല്ലേ വെക്കുക അവിടെ. എല്ലാം റെഡിയാണോ? അവിടുത്തെ പായസത്തിന് പകരം ഇവിടെ എന്താ വെക്കുന്നതെന്ന് അറിയോ? കേസരി, കീറ്, ഗാജർക്ക ഹൽവ, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. എല്ലാം ഫുള്ള് മധുരങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി മധുരം കഴിച്ച്, പിന്നെ നമ്മളിവിടെ വിഷുക്കല്ലേ ഇവിടെ, അതിന് പകരം ഇവിടെ ഗിഫ്റ്റാണ് എക്സ്ചേഞ്ച്. ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. അവിടെ പഞ്ചാബിൽ മാത്രമല്ല കേട്ടോ, ഈ വടക്കേന്ത്യന്റെ ഭാഗങ്ങളായ ജമ്മു, ഹരിയാന, ഇവിടെയൊക്കെ നമ്മൾ വിഷു ആഘോഷിക്കുന്നുണ്ട്. എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. കൈനീട്ടൊന്നും ഇല്ലേ ശ്രീകലെ? ഇവിടെ കൈനീട്ടല്ല വല്യമ്മ, ഇവിടെ ഗിഫ്റ്റ് ആണ് തരിക. എന്നിട്ട് കയ്യും വീശി വന്നിരിക്കുക അവള്. പിന്നെ മധുരപലഹാരങ്ങളും ഉണ്ട്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. കീറും കേസരി എല്ലാം കൊണ്ട് വരാം കേട്ടോ. എനിക്ക് ശ്രീകലേനെ കണ്ടപ്പോണ്ടല്ലോ അവളുടെ ഡ്രസ് ഒന്ന് മുഴുവൻ കാണാൻ ഒരു ആഗ്രഹം. ഒന്ന് എഴുതിട്ട് ഒരു പാട്ട് ഡാൻസ് കളിക്കാൻ പറമ്മ. എന്റെ ഡ്രസ് കാണുന്നുണ്ടോ? അസലായിരിക്കണം. വളരെ നന്നായിട്ടുണ്ട് ശ്രീകലെ. എന്റെ ആ വലിയൊരു കാതിലിങ്ങനെ വലിയൊരു തൂക്കണം കൂട് ഇല്ലേ? കുരുവിക്കൂടാണോ കാതില്? ഇത് ചാന്ദ്വാലി അവിടുത്തെ വിശേഷപ്പെട്ട കമ്പലാണ് വല്യമ്മേ. ഞാൻ നീ അവിടെ കിടന്ന എന്തോ പേപ്പർ കാതിലിട്ടു. വളകളാണിത് കണ്ടോ? പല കളേഴ്സ് വളകള് കാണുന്നില്ലേ? കുട്ടികളല്ലേ, സ്വർണ്ണമൊന്നുമല്ലല്ലോ. കുട്ടികൾ
അല്ല കുപ്പിവള ഇടുക അവര്, ഇത് പക്ഷെ അവരുടെ ട്രഡീഷണൽ വളകളാണ്, ഓ ആ ഫൈബർ നന്നായിരിക്കും വളകൾ. നന്നായിരിക്കും. എന്റെ മാല കണ്ടില്ല അല്ലേ? എന്റെ മാല കണ്ടോ? ഉം ഓ മതി മതി കേട്ടോ. ഇച്ചിരി ഓക്കെ, അവസരം കൊടുത്താ കൊമ്പത്താ ഡമ്പ് കാണിക്കല്. ഞാൻ വരുമ്പോ എല്ലാം കൊണ്ടുവരും, കാണിച്ചു തരാം. ആ ആ മതി 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 നിന്റെ കാണിക്കല്. എന്താ പറയാ അതിന്? ഷോ. ഇത് കണ്ടില്ലേ വല്യമ്മ? ഇത് കണ്ടില്ലേ? ആ ഞാൻ കണ്ടു കണ്ടു. ആയിക്കോട്ടെ. ഓക്കെ, നീ ആ വരുമ്പോ കാണാം. ശരി ശരി. ആ അവിടെ ഹാപ്പി വിഷു ഇരുന്നോട്ടാ. പിന്നെ ശ്രീക്കുട്ടി, ഹാപ്പി ഓ വിഷു. ആ ഓ ശരി.